ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അതിൽ രാത്രി 8 മണിക്കും 10:30ക്കുള്ള ക്ലാസ്സുകൾ ലൈവ് ക്ലാസ് ആണ്. ബാക്കി 4 റെക്കോർഡഡ് ക്ലാസ്. അപ്പോൾ ഈ ഒരു 6 ക്ലാസ്സുകളിലുമായിട്ട് നമ്മൾ GK പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് മാത്സ് മലയാളം കവർ ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്നുണ്ട്, കലാകായികം സാഹിത്യ സംസ്കാരം എന്ന് പറയുന്ന ഭാഗം, ഇതെല്ലാം കൂടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ PYQ ഡിസ്കഷൻ രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് പഠിക്കുന്ന GK പോർഷൻസിന്റെ ഭാഗത്തു നിന്നും PSC 2021 മുതൽ 24 വരെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ. അപ്പോൾ 6 ക്ലാസ്സുകൾ മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവരും തുടക്കം മുതൽ കണ്ടുവരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഫെബ്രുവരി ഏകദേശം 10-ാം തീയതിയോടുകൂടിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ദിവസം മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് 1 ക്ലാസ് 2 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി സമയം മറന്നു പോകുന്നു എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിരുന്നാൽ മതി. കാരണം നാളെ ഏതൊക്കെ ക്ലാസ് വരുന്നുണ്ട് എന്നുള്ളത് ഇന്ന് തന്നെ നമ്മൾ രാത്രി ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിക്കോളും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ക്ലാസ് വ്യക്തമായിട്ട് കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സിൽ നമ്മൾ സമയവും ദൂരവും എന്ന് പറയുന്ന ഭാഗം 2 പാർട്ടായിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സമയവും പ്രവൃത്തിയും എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സമയവും പ്രവൃത്തിയും എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയവും പ്രവൃത്തിയും എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഒരു 3 വ്യക്തികൾ, ഓക്കെ, ഇപ്പോൾ രാമു, ബാബു, സോനു എന്ന് പറയുന്ന 3 വ്യക്തികൾ ഒരു ജോലി ചെയ്യാണ്. അതായത് ഒരു വീട്ടിൽ ടൈൽ ഒട്ടിക്കുകയാണെന്നോ അല്ലെങ്കിൽ പെയിന്റ് അടിക്കുകയാണെന്നോ എന്തെങ്കിലും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 3 ആളും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ റൂമാണെന്ന് വിചാരിക്കുക, ഇതിൽ പെയിന്റ് അടിക്കുകയാണ്. ഓക്കെ, ഒരു റൂമിനകത്ത് പെയിന്റ് അടിക്കുകയാണ്. അപ്പോൾ അത് രാമു എന്ന് പറയുന്ന ആള് അത് 10 ദിവസം കൊണ്ടാണ് പെയിന്റ് അടിക്കുന്നത്. ഓക്കെ, 10 ദിവസം കൊണ്ടാണ് ആ റൂം പെയിന്റ് അടിച്ച് തീർക്കുന്നത്. ബാബു എന്ന് പറയുന്ന ആള് അത് ചെയ്യുന്നത് 6 ദിവസം കൊണ്ടാണ്. സോനു എന്ന് ചെയ്യുന്ന ആള് അത് 14 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരേ റൂം തന്നെ പെയിന്റ് അടിക്കുന്നത് 3 ആളും 3 തരത്തിലുള്ള, അല്ലെ? ഒരാൾ 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും, ഒരാൾ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും, ഒരാൾ 14 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. അപ്പോൾ അതിൽ ഒരേ റൂം തന്നെ ഒരേ പണി തന്നെ 3 ആളും 3 തരത്തിലാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുക? ബാബു എന്ന് പറയുന്ന ആള് അത്യാവശ്യം നന്നായിട്ട് നല്ല സ്പീഡിൽ, അല്ലെ, നല്ല പോലെ ചെയ്യാനുള്ള കഴിവുണ്ട് അയാൾക്ക്, അല്ലെ? നന്നായിട്ട് പെയിന്റ് അടിക്കാനുള്ള കഴിവുണ്ട്, സ്പീഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ 6 ദിവസം കൊണ്ട് തന്നെ ആ റൂം പെയിന്റ് അടിച്ച് കഴിഞ്ഞു. എന്നാൽ ബാബുവിനേക്കാളും കുറച്ചുകൂടെ പണി ചെയ്യാൻ കഴിവ് കുറഞ്ഞ ആളാണ് ആര്? രാമു. അപ്പൊ അയാൾ 10 ദിവസം എടുത്തു അത് ചെയ്യാനായിട്ട്. ബാബു 6 ദിവസം കൊണ്ട് ചെയ്തൊരു പണി രാമു എത്ര ദിവസം എടുത്തു? 10 ദിവസം എടുത്തു. അയാളെക്കാളും കഴിവ് കുറഞ്ഞ ഒരാളായിരുന്നു സോനു. അയാൾ അത് 14 ദിവസം എടുത്തിട്ടാണ് ചെയ്തത്, അല്ലെ? അപ്പോൾ നമ്മൾ ഒരു ജോലി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അയാൾക്ക് അത്രയും അതിൽ കഴിവുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം, അല്ലെ? നല്ല പോലെ കഴിവുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് ജോലി ചെയ്തു തീർക്കും. രണ്ടാമത്തെ ആൾ കുറച്ചുകൂടെ കുറവാണ് കഴിവ്, അതുകൊണ്ട് 10 ദിവസം എടുത്തു. അടുത്ത ആൾക്ക് കഴിവ് ഒട്ടുമില്ല, അത് കാരണം അയാൾ 14 ദിവസം ഇരുന്നിട്ടാണ് ആ റൂം ഒന്ന് പെയിന്റ് അടിച്ചെടുത്തത്. അതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഇവിടെ ഒരു ജോലി എത്ര സമയത്തിനുള്ളിലാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? അവരുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? ഇവർ 3 പേരും ആ ജോലി എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർത്തു എന്നുള്ളത് അവരുടെ കഴിവിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് എന്നാണ് പറയുന്നത്. കഴിവെന്ന് പറയുമ്പോൾ എന്താണ്? എഫിഷ്യൻസി. അപ്പോൾ ഇവരുടെ ജോലി എത്ര സമയം കൊണ്ട് തീർത്തു എന്നുള്ളത് അവരുടെ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ജോലി, ഒരു വർക്ക് എന്ന് പറയുന്നത് എത്ര സമയം കൊണ്ട് തീർത്തു. ഓക്കെ, വർക്ക് ബൈ ടൈമാണ് എഫിഷ്യൻസി. ഒരു ആളുടെ കഴിവ് എന്ന് പറയുന്നത് അയാൾ ഒരു ജോലി എത്ര സമയം കൊണ്ട് തീർത്തു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് കഴിവ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കഴിവുള്ള ആൾ ആരാണ്? ബാബു ആണ്. കാരണം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ജോലി തീർത്തത് ആരാണ്? ബാബു ആണ്. ഓക്കെ, അപ്പോൾ അയാൾക്കാണ് എഫിഷ്യൻസി കൂടുതൽ. അപ്പോൾ അയാളുടെ എഫിഷ്യൻസി കാണാൻ അയാൾ ചെയ്ത വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും. ഒരു ജോലി, വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി, ഒരു ജോലി എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർത്തു എന്നുള്ളതാണ് എഫിഷ്യൻസി, അയാളുടെ കഴിവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി ബാക്കിയുള്ള ഇക്വേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. എന്തൊക്കെയാണ്? വർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. വർക്കിൻ്റെ ഇക്വേഷൻ എടുത്താൽ എന്താണ്? വർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കിയുള്ളത് എന്താ? ഇ ഇൻറ്റു, അല്ലേ, ക്രോസ് ചെയ്യുമ്പോൾ ഈ ഡിവൈഡഡ് ബൈ ടി ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ ഇ ഇൻറ്റു ടി ആണ് വർക്ക് എന്ന് പറയുന്നത്. ഇനി ടൈം കാണാനായിട്ടോ, ടൈം ടി ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? ടി ഇങ്ങോട്ട് വരും, ഇ അങ്ങോട്ട് പോകും, അല്ലേ. അപ്പോൾ വർക്ക് ഡിവൈഡഡ് ബൈ ഇ ആണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഡബ്ല്യു, അതായത് വർക്ക് എന്ന് പറയുന്നത് ഇ ഇൻറ്റു ടി ആണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ടി ആണ്. ടി എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ഇ ആണ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ ഇത് നമുക്ക് എളുപ്പമാണ്, അല്ലേ. എന്താണ്? ഇ എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ടി, ടി ആവുമ്പോൾ ഡബ്ല്യു ബൈ ഇ. ഇയുടെ സ്ഥാനത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നേ ഉള്ളൂ. മുകളിലെ ആൾക്ക് മാറ്റമൊന്നുമില്ല, ഇവിടെ ഡബ്ല്യു തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു, ഇ എന്നാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം, ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് കാണാൻ മാത്രം എന്ത് ചെയ്യുക? എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കാം. ചില കേസിൽ നമുക്ക് വർക്ക് എഫിഷ്യൻസി ഇൻറ്റു ടൈം വരാത്ത കേസിൽ മിക്കവാറും നമുക്ക് അതാണ് വരിക. കാരണം എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ടേം, ഇപ്പോൾ ഇയാൾക്ക് 2 കഴിവുണ്ട്, ഒരാൾക്ക് ജോലി ചെയ്യാൻ 2 കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിവ് തരില്ല. ഒരാൾ ഇത്ര സമയം കൊണ്ട് ചെയ്തു തീർത്തു എന്ന് പറഞ്ഞാൽ സമയമേ തരുള്ളൂ. അപ്പം സമയം മാത്രം തന്നിട്ട് ജോലി അല്ലെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ LCM ഓഫ് ടൈം ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? LCM ഓഫ് ടൈം. അപ്പോൾ LCM കാണുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. LCM കാണാൻ അറിഞ്ഞാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? LCM ഓഫ് ടൈം. ടൈം തന്നിട്ട് വർക്ക് കാണാൻ പറഞ്ഞാൽ LCM ഓഫ് ടൈമും എഫിഷ്യൻസിയും ടൈമും തന്നിട്ടാണെങ്കിൽ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അത് 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ 2 പേരും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇതാണ് ചോദ്യം. സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് എഴുതാം. എ എന്ന് പറയുന്ന ആള് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ. ബി എന്ന് പറയുന്ന ആള് അതേ ജോലി 15 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ഇതെന്താണ് തന്നിട്ടുള്ളത്? അവരുടെ ടൈമാണ് തന്നിട്ടുള്ളത്, അല്ലേ. ടൈം എന്ന് പറയുന്നത് 10ഉം 15ഉം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടൈം മാത്രം തന്നാൽ നമ്മൾ വർക്ക് കാണേണ്ട ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? വർക്ക് ഈസ് ഈക്വൽ ടു LCM ഓഫ് ടൈം ആണ് നമ്മൾ പറഞ്ഞത്, അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? 10ൻ്റെയും 15ൻ്റെയും LCM കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കിട്ടും. 2 പേരും കൂടെ ചെയ്യുന്ന വർക്ക് കിട്ടും. അപ്പോൾ വർക്ക് LCM ഓഫ് ടൈം എന്ന് പറയുമ്പോൾ 10ൻ്റെയും 15ൻ്റെയും LCM. ഇതിൽ ഏറ്റവും വലിയ നമ്പർ 15 ആണ്. 15ന് 10ൽ പോകൂല. അടുത്ത നമ്പർ 30, അതിൻ്റെ ഗുണിതം 30 10ൽ കറക്റ്റായിട്ട് പോകും, അല്ലേ. 3 10 30 ആണ്. അപ്പോൾ 30 എന്ത്? ഇവിടെ LCM കാണാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാം കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ 30 ഇതിൻ്റെ LCM. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ LCM നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. അതെന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? വർക്കാണ് കണ്ടുപിടിച്ചത്. ടൈം 10, ഇവിടെ 15. വർക്ക് കണ്ടുപിടിച്ചു, നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. വർക്കും കിട്ടി, ടൈമും കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ ടൈം. നമ്മൾ എന്തിനാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്? 2 പേരുടെയും എഫിഷ്യൻസി കണ്ടുപിടിച്ചാലാണ് അത് രണ്ടും കൂടെ കൂട്ടി 2 പേരുടെയും വർക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? 2 പേരും കൂടെ ചെയ്തു തീർക്കുന്ന സമയം കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ. ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. അപ്പോൾ 2 പേരുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കണം. നമുക്ക് വർക്കും കിട്ടി, ടൈമും കിട്ടി. എഫിഷ്യൻസി കാണാനായിട്ട് വർക്ക് ബൈ ടൈം. അപ്പോൾ ആദ്യത്തേത് വർക്ക് എന്ന് പറയുന്നത് 30 ആണ്. ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ 10 ആണ്. അപ്പോൾ 30/10, അല്ലേ. 30/10 ചെയ്താൽ എത്ര കിട്ടും? 0 0 ക്യാൻസൽ ആയി പോയി. 3/1 എന്ന് പറഞ്ഞാൽ
3 അപ്പോൾ ആദ്യത്തെ ആളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ചിട്ട് ആദ്യത്തെ ആളുടെ എഫിഷ്യൻസി ഇവിടെ എഴുതുന്നുണ്ട് 3. അടുത്ത ആളുടെ എഫിഷ്യൻസി എത്രയാണ് 30. ഇവിടെ ടൈം എത്രയാണ് 15. അപ്പോൾ 30/15 ചെയ്തു. 15ൽ 30 എത്ര പ്രാവശ്യം? 30ൽ 15 2 പ്രാവശ്യം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആളുടെ എഫിഷ്യൻസി 2. ഓക്കെ ആണല്ലോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 30 ആവാൻ 15നോട് എത്ര ഗുണിക്കണം? 2 ഗുണിക്കണം. 30 ആവാൻ 10നോട് എത്ര ഗുണിക്കണം? 3 ഗുണിക്കണം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചു. വർക്കും നമുക്കറിയാം, എഫിഷ്യൻസി 2 പേരുടെ അറിയാം. അങ്ങനെയാണെങ്കിൽ 2 പേരും കൂടെ ചെയ്യുന്ന ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളത് എന്താണ്? ടൈമാണ്. ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി അല്ലേ? അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഒരാളുടെ ആണെങ്കിൽ 10, രണ്ടാളുടെ ആണെങ്കിൽ 15. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 2 പേരും കൂടി ചെയ്യുന്നതാണ് അല്ലേ? 2 പേരും കൂടി എന്ന് പറയുമ്പോൾ 2 പേരുടെയും കൂടെ വർക്ക് എത്രയാണ്? LCM കണ്ടുപിടിച്ചു 30. അപ്പോൾ 2 പേരും കൂടെ ചെയ്യുന്ന വർക്ക് 30 ഡിവൈഡഡ് ബൈ 2 പേരുടെയും എഫിഷ്യൻസി. ഒരാളുടെ 3, രണ്ടാമത്തെ ആളുടെ 2. അപ്പോൾ 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 2 പേരുടെയും കൂടെ ചേർത്ത് 5. അപ്പോൾ 30/5 എത്രയാണ്? 6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ 2 പേരും കൂടിയിട്ട് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 6 ദിവസം കൊണ്ട് ജോലി തീർക്കും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ? എ ഒരു ജോലി 10 ദിവസം കൊണ്ട് നമ്മൾ ജസ്റ്റ് വരച്ചിട്ടു. ബി അടുത്ത് ആ ജോലി 15 ദിവസം കൊണ്ട്. അപ്പോൾ ഈ 10ഉം 15ഉം എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് അവർ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സമയം മാത്രം തന്നു കഴിഞ്ഞാൽ അവർ ടോട്ടലായിട്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. ടൈമിൻ്റെ കണ്ടുപിടിച്ചു 30 എന്ന് നമുക്ക് കിട്ടി. ജോലി 30 കിട്ടി. ടൈം എവിടെയുണ്ട്? അങ്ങനെയാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ജോലിയെ ടൈം കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഒരാളുടെ എഫിഷ്യൻസി 3ഉം ഒരാളുടെ എഫിഷ്യൻസി 2ഉം. എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം കണ്ടുപിടിക്കാം. 2 പേരും കൂടെ ജോലി ചെയ്യുന്ന ടൈം. അപ്പോൾ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. ടോട്ടൽ വർക്ക് 30. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒരാളുടെ 3ഉം രണ്ടാമത്തെ ആളുടെ 2ഉം. അത് 2 കൂടെ കൂട്ടുമ്പോൾ 5. 30/5 ചെയ്തു 6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. എ ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും. എ എന്ന് പറയുന്നത് 15 ദിവസമാണ് ജോലി എടുക്കുന്നതെങ്കിൽ എയും ബിയും കൂടി ചേർന്ന് എത്ര ദിവസം ജോലി എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എ എന്ന് പറയുന്ന ആള് ബിയുടെ ഇരട്ടി വേഗതയിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എയും ബിയും ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കാം, എ ബിയിനേക്കാൾ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചെയ്യുന്ന ആളാണ് എ എന്നുള്ളതാണ് അല്ലേ? ബിയിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ഒരാൾ സ്പീഡിൽ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾക്ക് കുറച്ചുകൂടെ കഴിവ് കൂടുതലാണ്. അപ്പോൾ ഇയാൾ എടുക്കുന്നതിൻ്റെ പകുതി സമയം മതി ഇയാൾക്ക്. ഇരട്ടി വേഗതയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന ദിവസം എത്രയാണോ അതിൻ്റെ പകുതി മതി ഇയാൾക്ക് ചെയ്യാൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം? എ ബിയുടെ ഇരട്ടി വേഗതയിൽ, എന്ന് പറയുമ്പോൾ ബിയിനേക്കാൾ ഇരട്ടി സ്പീഡിലാണ് ആര് ചെയ്യുന്നത്? എ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബി എത്ര ദിവസം ചെയ്യുന്നോ അതിൻ്റെ പകുതി സമയം മതി ആർക്ക്? എക്ക് അല്ലേ? അപ്പോൾ എ എടുക്കുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട് 15 എന്ന് അല്ലേ? എ എടുക്കുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 15. അങ്ങനെയാണെങ്കിൽ ബി എത്രയായിരിക്കും? ബിയുടെ ഇരട്ടി വേഗതയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബി എടുക്കുന്ന സമയത്തിന്റെ പകുതി സമയം മതി എക്ക്. അപ്പോൾ പകുതി എന്ന് പറയുന്നത് 15. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 30 അല്ലേ? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ബി 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി എ 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എന്ന് വെച്ചാൽ ഇയാൾക്ക് കഴിവ് കൂടുതലാണ്. ഇയാളുടെ ഇരട്ടി വേഗതയിലാണ് ആര് പണി ചെയ്യുന്നത്? എ പണി ചെയ്യുന്നത് അല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന ആള് ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ബിയിനേക്കാളും സ്പീഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബിയുടെ എത്രയാണോ സമയം അതിന്റെ പകുതി സമയം മതി എക്ക്. അപ്പൊ എയുടെ സമയം 15 ആണെങ്കിൽ ബിയുടെ സമയം എത്രയാണ്? അതിന്റെ കൂടുതലാണ് അല്ലേ? കഴിവില്ലാത്തവർ കുറച്ചും കൂടെ കൂടുതൽ സമയം എടുത്ത് ജോലി ചെയ്യണം. അപ്പോൾ 15 എക്കെങ്കിൽ ബിക്ക് കഴിവില്ലാത്തതുകൊണ്ട് 30 ദിവസം എടുത്തിട്ടാണ് ആ ജോലി ചെയ്യുക. അതാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോൾ എയുടെയും ബിയുടെയും എന്ത് കിട്ടി? ടൈം കിട്ടി. ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് കണ്ടുപിടിക്കാം നേരത്തെ പോലെ അല്ലേ? വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു LCM ഓഫ് ടൈം. ടൈം മാത്രം തന്നാൽ LCM എടുത്താൽ മതി. 15ൻ്റെയും 30ൻ്റെയും. 30 എന്ന് പറയുന്നതാണ് വലിയ സംഖ്യ. 15 പോകുമല്ലോ, 2 15 30 അപ്പോൾ 30 ഇതിൻ്റെ LCM. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ 30 എന്ന് നമ്മൾ എഴുതി. 30 എന്താണ്? വർക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 30 രണ്ടുപേരുടെയും കൂടെ വർക്ക് കണ്ടുപിടിച്ചു. ടൈം ഉണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം?
എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. അതായത് 30/15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. 30/30 ആണ് അല്ലെ. 30/30 എന്ന് വെച്ചാൽ 30 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യമാണ് പോകുന്നത് അല്ലെ. 30-15 2 പ്രാവശ്യം, 30 ഒരു പ്രാവശ്യം. അപ്പൊ രണ്ടുപേരുടെയും എഫിഷ്യൻസി കിട്ടി. വർക്ക് കണ്ടുപിടിച്ചു, എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ടുപേരും കൂടെ ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കാം. വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് എത്രയാണ്? 30 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു LCM എടുത്തിട്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? ഒരാളുടെ എഫിഷ്യൻസി 2, രണ്ടാമത്തെ ആളുടെ എഫിഷ്യൻസി 1. അപ്പോൾ 2 1 കൂടെ കൂട്ടിയാൽ 3 എന്ന് വന്നു. 30/3 എത്രയാണ്? 10 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ, എളുപ്പമാണ്. എന്താണ് ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം നമുക്ക് എഴുതാൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ബിയുടെ ഇരട്ടി വേഗതയിൽ ജോലി ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരാൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ അനുജൻ എന്നെക്കാളും സ്പീഡിൽ ചെയ്യും എന്ന് പറയുമ്പോൾ അവനാണ് കുറച്ചുകൂടെ കഴിവ് കൂടുതൽ എന്നുള്ളതല്ലേ. അപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ പകുതി സമയം മതി ആർക്ക് ചെയ്യാൻ? അവന് ചെയ്യാൻ. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ബിയിനേക്കാൾ ഇരട്ടി വേഗതയിൽ എ ചെയ്യുമെങ്കിൽ ബി എടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം മതി ആർക്ക്? എക്ക് എന്നുള്ളതാണ്. ഇരട്ടി വേഗതയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി സമയം മതി എന്നുള്ളതല്ലേ. അപ്പോൾ 30 ആണ് അല്ലേ. എയുടേത് തന്നിട്ടുണ്ട് 15, അപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 30 ബിക്ക് വരിക സമയം. അപ്പോൾ രണ്ടുപേരുടെയും ടൈം കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വർക്ക് കണ്ടുപിടിക്കാം. LCM എടുത്തു, വർക്ക് കണ്ടുപിടിച്ചു. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടൈമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫിഷ്യൻസി ചെയ്തു, വർക്ക് ബൈ ടൈം ചെയ്തു, 2ഉം 1ഉം എഫിഷ്യൻസി കിട്ടി. എഫിഷ്യൻസിയും കിട്ടി, വർക്കും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ടുപേരുടെയും കൂടെ ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കാം. വർക്ക് ബൈ എഫിഷ്യൻസി 30 അല്ലേ, 2 1 കൂടെ കൂട്ടിയാൽ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 എന്ന ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്യും. എ ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് നിർത്തിപ്പോയി. ബാക്കി ജോലി ബി ഒറ്റയ്ക്ക് ചെയ്തു തീർത്തു. ബാക്കി ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഇത് എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് തന്നിട്ടുള്ളതൊന്ന് എഴുതിയിടാം. എ ഒരു ദിവസം ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ എ ചെയ്യുന്ന ജോലി 10 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. ബി അതേ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 15 ദിവസം എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ ജോലി തുടങ്ങി അല്ലേ. എ ജോലി തുടങ്ങി, ഇങ്ങനെ തുടങ്ങിപ്പോയിട്ട് 6 ദിവസം ആയപ്പോൾ അവിടെ വെച്ച് നിർത്തി. ബാക്കി ജോലി ആരാണ് ചെയ്യുന്നത്? ബി ആണ് ചെയ്യുന്നത്. ബി ചെയ്യുന്നത് എത്ര ദിവസമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എയും ബിയും ചെയ്യുന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ടൈമാണ് തന്നിട്ടുള്ളത് 10ഉം 15ഉം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവർ ടോട്ടലായിട്ട് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാം അല്ലേ. LCM എടുത്തു കഴിഞ്ഞാൽ ഇവർ ടോട്ടലായിട്ട് ചെയ്യുന്ന ജോലി വർക്ക് എന്ന് പറയുന്നത് 10ൻ്റെയും 15ൻ്റെയും LCM എത്രയാണ്? 30 15ൽ പോവില്ല. അപ്പോൾ 15ൻ്റെ ഇരട്ടി 30 എടുക്കുമ്പോൾ 10ൽ പോവും. 30 LCM. അപ്പോൾ എയും ബിയും കൂടെ ചെയ്യുന്ന ജോലി LCM ഓഫ് ടൈം എടുത്തു 30. ഓക്കെ, വർക്കും കിട്ടി, ടൈമും കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് ബൈ ടൈം ചെയ്താൽ മതി അല്ലേ. അപ്പോൾ വർക്ക് ബൈ ടൈം ചെയ്യുമ്പോൾ 30/10 എത്രയാണ്? 3. എയുടെ എഫിഷ്യൻസി 3 കിട്ടി. 30/15 ബിയുടെ എഫിഷ്യൻസി 2 എന്നും കിട്ടി. ഓക്കെ ആണല്ലോ. വർക്ക് ബൈ ടൈം ചെയ്തു. 30/10 എത്രയാണ്? 3. അപ്പോൾ എയുടെ എഫിഷ്യൻസി 3. 30/15 2. ബിയുടെ എഫിഷ്യൻസി 2. വർക്ക് ബൈ ടൈം വെച്ചിട്ട് എഫിഷ്യൻസി കണ്ടുപിടിച്ചു. വർക്കും കിട്ടി, എഫിഷ്യൻസിയും കിട്ടി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ 6 ദിവസം ജോലി ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എ ചെയ്ത ജോലി കണ്ടുപിടിക്കാലോ. ടോട്ടൽ 2 ആളും കൂടെ ചെയ്യുന്ന ജോലിയാണ് 30. എ മാത്രം ചെയ്ത ജോലി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വർക്ക് ഓഫ് എ അല്ലേ. എ ചെയ്ത ജോലി കണ്ടുപിടിക്കാനായിട്ട് ജോലി കാണാൻ അല്ലെങ്കിൽ വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ. എഫിഷ്യൻസി നമുക്കറിയാം 3. എയുടെ എഫിഷ്യൻസി 3 ഇൻറ്റു ടൈം എത്രയാണ്? എ എത്ര ദിവസമാണ് ജോലി ചെയ്തത്? 6 ദിവസം. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 6. അപ്പോൾ 3 ഇൻറ്റു 6 എത്രയാണ്? 18 ജോലിയാണ് ആരെടുത്തത്? എ. അപ്പോൾ എയുടെ ജോലി 18. രണ്ടാളും കൂടെ ടോട്ടൽ എത്ര ജോലിയാണ്? 30 ജോലി. അതിൽ 18 ജോലി എയുടെയാണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 30ൽ നിന്നും 18 പോയാൽ 12 ജോലിയാണ് ബാക്കി ഉണ്ടാവുക അല്ലേ. ടോട്ടൽ 30 ജോലിയാണ് രണ്ടാളും കൂടെ ചെയ്യുന്നത്. അതിൽ എ ചെയ്ത ജോലി കണ്ടുപിടിക്കാൻ എയുടെ എഫിഷ്യൻസി ഇൻറ്റു എയുടെ ടൈം ചെയ്തപ്പോൾ നമുക്ക് 18 എന്ന് കിട്ടി.
എയുടെ ജോലി 18 ആണെങ്കിൽ ബാക്കി ജോലി എത്രയാണുള്ളത്? 12. അപ്പോൾ ഈ 12 ജോലിയാണ് ബി ചെയ്യുന്നത്. അത് എത്ര ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ബി ചെയ്യുന്ന വർക്ക് നമുക്ക് കിട്ടി എത്രയാണ്? 12. വർക്ക് കിട്ടി. ബിയുടെ എഫിഷ്യൻസി നമുക്കറിയാം എത്രയാണ്? 2. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിയുടെ വർക്കും കിട്ടി, ബിയുടെ എഫിഷ്യൻസിയും കിട്ടി അല്ലേ? എഫിഷ്യൻസിയും കിട്ടി. അപ്പോൾ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും അല്ലേ? അപ്പോൾ ബി ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് എത്രയാണ്? ബി ചെയ്യുന്ന വർക്ക് 12ഉം എഫിഷ്യൻസി എന്ന് പറയുന്നത് 2ആണ്. അപ്പോൾ 12/2 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ ബി എത്ര ദിവസം കൊണ്ടാണ് ജോലി ചെയ്തത്? 6 ദിവസമാണ് ബി ചെയ്യുന്ന ജോലി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ എഴുതി വയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക? ടോട്ടൽ ടൈം തന്നിട്ടുണ്ടെങ്കിൽ LCM എടുത്തിട്ട് വർക്ക് കണ്ടുപിടിക്കുക. വർക്കും ടൈമും കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ഇത് 3ഉം കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസിയാണ്. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ജോലി തുടങ്ങി നിർത്തിപ്പോയി അടുത്ത ആൾ തുടങ്ങി എന്ന് പറയുമ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു ലൈൻ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻസും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, 3 പുരുഷന്മാരും 5 സ്ത്രീകളും ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ 6 പുരുഷന്മാരും 5 സ്ത്രീകളും ചേർന്ന് അതേ ജോലി എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മെത്തേഡ് എളുപ്പത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്ന് നോക്കാം. ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 പുരുഷന്മാർ. അപ്പോൾ പുരുഷന്മാരുടെ എണ്ണം 3 എന്ന് നമ്മൾ എഴുതി വെച്ചു. ഇനി സ്ത്രീകളുടെ എണ്ണം എത്രയാണ്? 5 എന്ന് എഴുതി വെച്ചു. അവർ ചെയ്യുന്ന ജോലി 12 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ടൈം 12, അതും നമ്മൾ എഴുതി വെച്ചു. 3 പുരുഷന്മാരും 5 സ്ത്രീകളും ചെയ്യുന്ന സമയം 12 ദിവസം. അടുത്ത വരിയിൽ 6 പുരുഷന്മാരും 5 സ്ത്രീകളും എന്ന് തന്നിട്ടുണ്ട്. അവർ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എഴുതി വെച്ചു. പുരുഷന്മാർ ഒരേ ലൈനിൽ, സ്ത്രീകൾ ഒരേ ലൈനിൽ, ടൈം ഒരേ ലൈനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സമയം കണ്ടുപിടിക്കാനായിട്ട് എളുപ്പവഴി എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കാണുന്ന ഈ 3 നമ്പേഴ്സിൽ ഇങ്ങനെ നിരന്ന് കാണുന്നത്, അത് 3ഉം തമ്മിൽ ഗുണിക്കുക. പുരുഷൻ്റെയും സ്ത്രീയുടെയും ടൈം ഫസ്റ്റ് കാണുന്ന 3 തമ്മിൽ ഗുണിക്കുക. അതായത് 3 × 5 × 12 ഇങ്ങനെ നിരത്തി ഗുണിക്കുക. ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ട് ഈ ഭാഗം നമ്മൾ ഇനി എടുക്കുന്നില്ല. ഈ 4 ഓക്കെ, ഇത് തമ്മിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ 3 × 5 എത്രയാണ്? 15 പ്ലസ് 6 × 5 എത്രയാണ്? 30. ഇനി ഡിവൈഡഡ് ബൈ ഒന്നും ഇടരുത്, ഇത്രയും ചെയ്താൽ മതി. 3 × 5 15 പ്ലസ് 6 × 5 എത്രയാണ്? 30. ഇത്രയും ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? 3 × 5 × 12 ഡിവൈഡ് ബൈ 30ഉം 15ഉം കൂടെ ചേർന്നാൽ 45. ഇത് നമുക്ക് വെട്ടി ചെറുതാക്കാം അല്ലേ? 45-ൽ 5 പോകും. എത്ര പ്രാവശ്യം? 5-ൽ 5 ഒരു പ്രാവശ്യം, 45-ൽ 5 9 പ്രാവശ്യം. ഇനി ഈ 9 3ഉം കൂടി വെട്ടാലോ? 9-ൽ 3 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. ഇനി ഈ 3ഉം 12ഉം കൂടെ വെട്ടാം അല്ലേ? 3-ൽ 3 ഒരു പ്രാവശ്യം, 12-ൽ 3 4 പ്രാവശ്യം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെട്ടിച്ചുരുക്കുന്ന മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ട്. വെട്ടിച്ചുരുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ലാസ്റ്റ് ആൻസർ 4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ടൈം എത്രയാണ്? 4 ദിവസം എന്നുള്ളതാണ് ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം കണ്ടാൽ 3 പുരുഷന്മാരും 5 സ്ത്രീകളും ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. 6 പുരുഷന്മാരും 5 സ്ത്രീകളും എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഈ രീതിയിലുള്ള ഏത് ചോദ്യം വന്നാലും ഇങ്ങനെ ചെയ്യാം. ആദ്യം തന്നിട്ടുള്ളത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ടൈമും ഇങ്ങനെ തെറ്റാതെ നിരത്തി എഴുതി വെക്കുക. മുകളിലെ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. ഡിവൈഡഡ് ബൈ താഴെയുള്ള ഈ 4 നമ്പേഴ്സ് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 25 ആളുകൾ 16 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീരും. 4 ദിവസത്തെ ജോലിക്ക് ശേഷം 5 ആളുകൾ കൂടി വന്നാൽ ബാക്കി ജോലി തീരാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, 25 ആളുകളാണ് അല്ലേ? അപ്പോൾ ആ ആളുകളുടെ എണ്ണം എഴുതി. 25 ആളുകൾ 16 ദിവസം കൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം, അതായത് 25 ആളുകൾ അല്ലെങ്കിൽ 25 സ്ത്രീകൾ മാത്രം അല്ലെങ്കിൽ 25 പുരുഷന്മാർ മാത്രം, ഒരുപോലെ കഴിവുള്ള ആളുകൾ, അപ്പോൾ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ കൂട്ടം, പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർ, ഇല്ലെങ്കിൽ ആളുകൾ എന്ന് പറഞ്ഞിട്ട് തന്നാൽ അവരുടെ കഴിവെല്ലാം എന്താണ്? ഒരു കഴിവായിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു കഴിവായിട്ടാണ് വരുന്നത്. ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 25 ആളുകൾക്ക് ഓരോ കഴിവ് വെച്ചിട്ട് 16 ദിവസം എത്രയാണ് എന്നുള്ളത് എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
വർക്ക് കിട്ടും. അപ്പോൾ 25 ആളുകളുടെ ഒരു എഫിഷ്യൻസിയാണ്. അപ്പോൾ 25 ആളുകൾക്ക് എന്ന് പറയുമ്പോൾ 25 എഫിഷ്യൻസി ഇൻറ്റു 16 ദിവസം ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവർ ചെയ്യുന്ന ജോലി കിട്ടും. എങ്ങനെയാണെങ്കിൽ ആളുകൾ, സ്ത്രീകൾ, പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരേ കഴിവുള്ള ആളുകളാണെങ്കിൽ, അല്ലാതെ 5 പുരുഷനും 6 സ്ത്രീയും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വ്യത്യസ്ത തരം കഴിവുകളായിരിക്കും അല്ലേ. സ്ത്രീകൾ മാത്രമാണെങ്കിൽ അവർക്ക് ഒരു കഴിവ്. ഓക്കെ, ഒരേ പുരുഷന്മാരുടെ കൂട്ടം മാത്രമാണെങ്കിൽ അവർക്ക് ഒരു കഴിവായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 25 പേർക്ക് ഓരോ കഴിവ് വെച്ചിട്ട് 25 കഴിവ് ഇൻറ്റു ടൈം എത്രയാണ്? 16 ദിവസം. അപ്പോൾ എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവർ ചെയ്യുന്ന വർക്ക് കിട്ടും അല്ലേ. ഇത് എഫിഷ്യൻസി, ഇത് ടൈം. അപ്പോൾ അവർ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 25 ഇൻറ്റു 16 എത്രയാണ് വരിക? 25 ഇൻറ്റു 10 എത്രയാണ്? 250 പ്ലസ് 25 ഇൻറ്റു 6 എത്രയാണ്? 6 5 30 0 3 ശിഷ്ടം 2 6 12 3 15 250 150 ചെയ്താൽ 400 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ 25 ആളുകൾ 16 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 400 ജോലിയാണ്. ഓക്കെ, അപ്പോൾ അവർ ചെയ്യുന്ന ടോട്ടൽ ജോലി 400 ആണ്. ഇനി എന്താണ് പറയുന്നത്? 4 ദിവസത്തെ ജോലിക്ക് ശേഷം, അപ്പോൾ ഈ 25 പേർ ചേർന്നിട്ട് എത്ര ദിവസം ജോലി ചെയ്തു? 4 ദിവസം ജോലി ചെയ്തു. 4 ദിവസത്തെ ജോലി ചെയ്യുമ്പോൾ അവരുടെ ജോലി എത്രയാണ്? 25 ഇൻറ്റു 4 100 അല്ലേ. അപ്പം 4 ദിവസത്തെ ജോലി ചെയ്തു. അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്കും അതിനുശേഷം പുതിയതായിട്ട് 5 ആളും കൂടെ വന്നു. അപ്പോൾ ഈ 25 പേര് 4 ദിവസം കൂടെ ചെയ്യുന്ന ജോലി 100 ആണ്. ടോട്ടൽ എത്രയായിരുന്നു? 400. അതിൽ ഈ 100 പോയാൽ ബാക്കി ജോലി എത്രയാണുള്ളത്? 300 ആണുള്ളത് അല്ലേ. ടോട്ടൽ 400 ആണ്. അതിൽ നിന്നും ഈ 100 ജോലി ഇവർ 4 ദിവസം ചെയ്തത് കഴിച്ചാൽ ബാക്കി എത്രയാണ്? 300 ആണ് വരിക അല്ലേ. അപ്പം 300 ജോലി ബാക്കിയുണ്ട്. ഈ 300 ജോലി ചെയ്യാൻ 25 ആളുകളുടെ കൂടെ എത്ര പേരും കൂടെ പുതിയതായിട്ട് വന്നു? 5 ആളുകൾ കൂടെ പുതിയതായിട്ട് വന്നു അല്ലേ. ആകെ 400 ജോലി, അതിൽ 25 ആളുകളും കൂടെ ചേർന്ന് 4 ദിവസം കൊണ്ട് 100 ജോലി ചെയ്തു തീർത്തു. അപ്പം 400-ൽ നിന്ന് 100 പോയാൽ ബാക്കി 300 ഉണ്ട്. ഈ 300 ബാക്കി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് 5 ആളുകൾ പുതിയതായിട്ട് വന്നു. അപ്പോൾ ഈ 25 ആൾ അവിടെ തന്നെ ഉണ്ട്. 5 ആൾ പുതിയതായിട്ട് കൂടെ വരുമ്പോൾ മൊത്തം എത്രയായി? 30 ആളായി. അപ്പോൾ 30 ആൾക്കാരും കൂടെ ചെയ്യുന്ന ജോലിയാണ് 300. അപ്പം അത് ചെയ്യാൻ അവരെടുക്കുന്ന സമയം കാണാൻ എന്ത് ചെയ്താൽ മതി? ജോലി ഇവിടെയുണ്ട്, എഫിഷ്യൻസി ഇവിടെയുണ്ട്. ടൈം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന് ഇതുകൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പോൾ 300/30 എന്ന് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 0 കട്ട് ചെയ്തു 3 30-ന് 10 പ്രാവശ്യം 10 ദിവസം എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ചെയ്തത്? 25 ആളുകൾ അല്ലെങ്കിൽ 25 പുരുഷന്മാർ അല്ലെങ്കിൽ 25 സ്ത്രീകൾ ഒരേ ഗണത്തിൽപ്പെട്ട ഒരേ കഴിവുള്ള ആളുകളാണെങ്കിൽ നമുക്ക് അവർ ചെയ്യുന്ന ഒരു കഴിവ് എന്ന രീതിയിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആളുകളുടെ എണ്ണത്തെ ആ ദിവസം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്യുന്ന ജോലി കിട്ടും. മൊത്തം ജോലി 400 ആണ്. അതിൽ 4 ദിവസം അവർ ചെയ്തു എന്ന് പറയുമ്പോൾ 25 പേര് ചേർന്ന് 4 ദിവസം ചെയ്യുന്ന ജോലി 100 ആണ് എന്ന് കിട്ടി. അപ്പോൾ 400-ൽ നിന്ന് 100 കഴിഞ്ഞു, ബാക്കി 300 ഉണ്ട്. ആ 300 ജോലി ചെയ്യാൻ 5 പേരും കൂടെ എക്സ്ട്രാ വന്നു എന്ന് പറയുമ്പോൾ 25 പേരുടെ കൂടെ 5 കൂടെ ചേരുമ്പോൾ 30 പേരായി. 30 പേർക്കുള്ള ജോലി 300 ആണ്. അപ്പോൾ അവരത് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നറിയാൻ 300/30 ചെയ്താൽ 10 ദിവസം എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 20 ആൾക്കാർ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ പകുതി 30 ആൾക്കാർ എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കും? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. എന്താണ് ഇവിടെ വ്യത്യാസം? 20 ആൾക്കാർ അല്ലേ. 20 ആൾക്കാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും കഴിവ് ഒന്നായിട്ട് എടുക്കണം. അപ്പോൾ 20 ആൾക്കാർ 12 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യും? 12 ദിവസം ടൈം കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവർ ചെയ്ത ജോലി കിട്ടും അല്ലേ. 20 ആൾക്കാർ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എത്രയാണ്? 20 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 2 24, 0 ഇട്ട് കൊടുക്കുമ്പോൾ 240. അപ്പോൾ 20 ആൾക്കാർ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 240. അതിൻ്റെ പകുതി അല്ലേ. 20 ആൾക്കാർ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ പകുതി എന്ന് പറയുമ്പോൾ 240-ൻ്റെ പകുതി എത്രയാണ്? 120 അല്ലേ. 240-ൻ്റെ പകുതി 120. അപ്പോൾ ഇതിൻ്റെ പകുതി 30 ആൾക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ 120 ജോലി ചെയ്യാൻ 30 ആൾക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 120 ജോലി അല്ലേ, ഇത് വർക്കാണ്. 30 ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇവിടെ അവരുടെ എഫിഷ്യൻസി ഒന്നായിട്ട് എടുക്കുമ്പോൾ എഫിഷ്യൻസി 30. അപ്പോൾ വർക്കും ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്. അവർ ചെയ്യുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കാണാൻ എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. വർക്ക് എന്ന് പറയുന്നത് 120 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് 30 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ചെയ്തത്? എളുപ്പമാണ്.
20 ആൾക്കാർ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയുടെ പകുതി. 20 ആൾക്കാർ 12 ദിവസം ചെയ്യുന്ന ജോലി 20 × 12 240. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 240ൻ്റെ പകുതി 120. അത് 30 ആൾക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ 120 ജോലി 30 ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇവിടെ 30 ആണ് എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. അപ്പോൾ വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ എന്തായി? നമ്മുടെ ടൈമായി. അപ്പോൾ 120/30 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 4 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സമയവും പ്രവൃത്തിയും എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.